ഏവർക്കും നെല്ലും പതിരും എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പെണ്ണ് കെട്ടി കഴിയുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പള്ളിയെത്തും. പ്രായമായി കഴിയുമ്പോഴും അവരുടെ ഭക്തി കൂടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. പ്രായമായി കഴിയുമ്പോഴും ഭക്തി അതൊരു കൂടും. ഭയത്തിന്റെ ഭാഗമാണോ? ദൈവമേനിയാ മരിച്ചു കഴിഞ്ഞെങ്ങാനും. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മള് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്. വർഗീയത എന്ന് പറയുന്നത് നമ്മൾ മാത്രം നിലനിന്നാൽ മതി എന്ന് പറയുന്ന ഒരു സങ്കുചിത മനോഭാവമാണ്. അത് ഭയത്തിൽ നിന്നും അപകർഷതയിൽ നിന്നും വരുന്നതാണ്. അപ്പൊ എവിടെയെല്ലാം അക്ഷര വെളിച്ചം നമ്മൾ കൊടുത്തു. ആശുപത്രിയുടെ നല്ലൊരു സംസ്കാരം കൊണ്ടുവന്നത് ക്രൈസ്തവനാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് തെരുവ് കുട്ടികൾ ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ ബാലവേല ഇല്ലാത്തത്? സമുദായത്തെ വളർത്തേണ്ട ചുമതല നിങ്ങൾ അച്ഛനും മെത്രാനുമായിട്ട് മാത്രം വിട്ടുകൊടുക്കരുത്. ഈ സമുദായ വർഷത്തിൽ ഫാക്ട് ചെക്കിങ്ങിനായി നമ്മൾ കടത്തിവിടുന്നു സമുദായം. ഈ സമുദായ വർഷത്തിൽ നമ്മളുടെ സംശയങ്ങൾക്കൊക്കെ വ്യക്തത നൽകുവാനും നമുക്ക് ദിശാബോധം നൽകുവാനും ഇവിടെ നമ്മോട് കൂടി ആയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും നെല്ലും പതിരിന്റെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ആരാണ് ഒരു തുടക്കം കുറിക്കുന്നത്? ദീപു. പലപ്പോഴും സമുദായത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അത് വർഗീയതയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് സമുദായവും അല്ലെങ്കിൽ സമുദായ സ്നേഹവും വർഗീയതയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? മനുഷ്യനെ മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പരസ്പരം വിദ്വേഷം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ അതെല്ലാം ഒഴിവാക്കേണ്ട ഒരു കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് സമുദായ ബോധത്തെക്കുറിച്ച് പറയുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് വർഗീയതയിലേക്ക് നയിക്കില്ലേ? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വർഗീയത എന്ന് പറയുന്നത് ഞാൻ പറയും അത് നമ്മുടെ ഒരു അപകർഷതയിൽ നിന്ന് വരുന്നതാണ് വർഗീയത. അതേസമയം സമുദായ ബോധം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാന ബോധമാണ്. ഇപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിൽ എനിക്കൊരു അഭിമാന ബോധമുണ്ട്. കാരണം ഈ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന ഈശോ മിശിഹ ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തിയ വ്യക്തിയാണ്. കർത്താവിൻ്റെ വരവിന് ശേഷമുണ്ടായ ലോകത്തുണ്ടായ മാറ്റങ്ങൾ, ഇപ്പം ഇന്ത്യയിൽ പോലും നമ്മൾ ചെറിയ ഒരു സമൂഹമായിട്ട് പോലും നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ, ആദര ശുശ്രൂഷയിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിച്ചു. അപ്പം ഇതെല്ലാം ഈ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം ഉറവിടമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ മദർ തെരേസയെ നമ്മളെല്ലാവരും ആദരിക്കുന്നു. മദർ തെരേസ എപ്പോഴും പറയുന്നത് എന്താണ്? ഈശോയോടുള്ള സ്നേഹമാണ് എന്നെ ഇതിന് നിർബന്ധിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധം, അപ്പോൾ വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധം, ഞാൻ ഈ വിശ്വാസ സമൂഹത്തിൽ അംഗമായിരിക്കുന്ന ഒരു അഭിമാന ബോധം, അതാണ് ശരിക്കും സമുദായ ബോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർഗീയത എന്ന് പറയുന്നത് നമ്മൾ മാത്രം നിലനിന്നാൽ മതി എന്ന് പറയുന്ന ഒരു സങ്കുചിത മനോഭാവമാണ്. അത് ഭയത്തിൽ നിന്നും അപകർഷതയിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വർഗീയത വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് എന്താ? നമുക്കെതിരെ വേറെ ഒരു സമുദായം വരുന്നു, സമൂഹം വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വിഭിന്ന ചേരിയിലാക്കി അവർ നമ്മളെ ആക്രമിക്കും. സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഭയം ജനിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് ഭയമല്ല, ഇതൊരു അഭിമാനബോധമാണ്. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ കമ്മ്യൂണിറ്റി. ഇപ്പൊ നിങ്ങൾ കുടുംബയോഗങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ ചിലയിടത്തൊക്കെ കുടുംബയോഗമുണ്ട് അല്ലേ? എന്നിട്ട് ആ കുടുംബത്തിന്റെ ഹിസ്റ്ററി എഴുതി സൂക്ഷിക്കും. എന്തിനാ? വരുന്ന തലമുറകൾക്ക് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഒരു അഭിമാനബോധം ഉണ്ടാവണം. ഒരു കുടുംബത്തെക്കുറിച്ചുള്ള അഭിമാനബോധമാണ് ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ സമുദായ ബോധം. അതിന് സൈക്കോളജിയിൽ അതിനൊരു നല്ല ഒരു കോൺസെപ്റ്റ് ഉള്ളത് സൈക്കോളജിക്കൽ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒത്തിരി പഠനങ്ങൾ ഇപ്പോഴുണ്ട്. സൈക്കോളജിക്കൽ സെൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു മാനസികമായ ഒരു ബോധ്യം. ഞാൻ ബിലോങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി കൊള്ളാം എന്നുള്ള ഒരു അഭിമാന ബോധം, അത് നമ്മുടെ ഐഡന്റിറ്റിയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ഒരിക്കലും അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പലരെയും സഹായിക്കാനായിട്ട് പറ്റും അല്ലേ? അതാണ് ഈ സമുദായ ബോധം. ആസ്റ്റിൻ ചോദിക്കൂ. പിതാവേ, നമ്മുടെ ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നല്ല സമുദായപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നല്ല ചർച്ചകൾ ഉണ്ടാവാത്തത്
നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും പറ്റി നല്ല ആശങ്കകളോ ചിന്തകളോ ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നതിന് ഒരു കാരണമാവുന്നില്ലേ? ഇപ്പോൾ തന്നെ ഈ യുദ്ധം നടക്കുന്നു, പല സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നു. നമ്മുടെ എത്ര വീടുകളിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്? നമ്മുടെ എത്ര കുടുംബങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്? അപ്പോൾ പൗരബോധവും രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് അത് ക്രൈസ്തവ കുടുംബങ്ങളുടെ മാത്രം സവിശേഷതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് കാലം മാറുന്നതോറും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ കൂടുതലും ചർച്ചകൾ ഒരുപക്ഷെ അവരുടെ ഭാവിയെക്കുറിച്ചായിരിക്കാം, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ നിലനിൽപ്പിനെക്കുറിച്ച്, ചിലപ്പോൾ പുറത്തു പോകും, വിദേശ രാജ്യത്തെങ്ങാനും പോകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത പഠനം എന്താണെന്നതിനെക്കുറിച്ച്. അതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹം, നമ്മുടെ ജനന നിരക്ക് വളരെയേറെ കുറഞ്ഞു വരികയാണ്. ഈ പോക്ക് പോയാൽ ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഇനിയും കുറയും. നമ്മൾ വീണ്ടും ചെറിയ ഒരു സമൂഹമായിട്ട് മാറും. നമ്മളീ പടുത്തുയർത്തിയ വലിയ കോളേജുകളും സ്കൂളുകളും ഒക്കെ അസ്ഥികൂടങ്ങൾ പോലും ഇങ്ങനെ നിലനിൽക്കും. പക്ഷെ അവിടെയൊന്നും പഠിക്കാൻ നമ്മുടെ കുട്ടികളും ഇല്ല. നമ്മുടെ സമൂഹം ഒത്തിരി കുറഞ്ഞു പോകും. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ട്? നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ മക്കളുണ്ടാവണം എന്നുള്ള ഒരു ചർച്ച കുട്ടികളുടെ ഇടയിലോ ചെറുപ്പക്കാരുടെ ഇടയിലോ ഒന്നും ഉണ്ടാകുന്നില്ല. അവരെല്ലാവരും ഞങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, സർവൈവൽ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സർവൈവൽ എന്നുള്ള ഒറ്റ കാര്യത്തിലേക്ക് നമ്മുടെ ചർച്ചകളെല്ലാം അങ്ങ് ഒതുങ്ങുകയാണ്. എങ്ങനെയായാലും എനിക്കൊന്ന് സർവൈവ് ചെയ്യണം. അത് ഏത് തരത്തിലാണെങ്കിലും, ഇമോഷണലായിട്ടാണേലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണേലും, അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ദർശനം ഇല്ലാതെ പോവുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ച്, നമ്മുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ലോകം അങ്ങ് ചുരുങ്ങി വരികയും വളരെ സെൽഫിഷ് ആയിട്ടുള്ള, വളരെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മളങ്ങ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയെപ്പറ്റി പിതാവ് പറഞ്ഞു. അപ്പം നമ്മൾ ഈ സമുദായ ശക്തീകരണ വർഷത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും ആ ഒരു സിമിലർ സംഭവം നമ്മളുടെ മുഴുവൻ സമുദായത്തിൽ വരുമല്ലേ? അതായത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളൊരവസ്ഥ. സമുദായ ശാക്തീകരണം എന്ന് പറയുന്നത് ശരിക്കും സമുദായത്തിലേക്ക് ഒതുങ്ങണം എന്നുള്ളത്. നമ്മൾ സമുദായത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായി പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതായത് നമ്മളിങ്ങനെ വ്യക്തികളിലേക്ക് ചുരുങ്ങിക്കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമുക്ക് ചിന്തയില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് സമുദായ ശാക്തീകരണം ആവശ്യമായിട്ട് മാറുന്നത്. സമുദായത്തിലേക്ക് ചുരുങ്ങരുത്, തീർച്ചയായിട്ടും അത് ചുരുങ്ങാൻ സാധ്യത കുറവാണ്. അത് വർഗീയതയായിട്ട് മാറും. സമുദായത്തിലേക്ക് മാത്രം ഞാൻ ചുരുങ്ങുമ്പോൾ അത് വർഗീയതയാണ്. നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമുദായ ബോധത്തിൽ ആഴ്ന്നു കഴിയുമ്പോൾ നമ്മൾ വളരുകയാണ്, മറ്റുള്ളവരിലേക്ക് നമ്മൾ വളരുകയാണ്. മറ്റുള്ളവരെ കൂടെ എങ്ങനെ കൈപിടിച്ച് നടത്താമെന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മുടെ SP കോളേജ് കേരളത്തിലെ 8ാമത്തെ കോളേജാണ് എൻ്റെ അറിവിൽ. 8ാമത്തെയോ 9ാമത്തെയോ കൂടിപ്പോയാൽ. ഈ കേരള സംസ്ഥാനത്ത് മൊത്തം നോക്കിയാൽ. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ ഈ കോളേജ് ആരംഭിച്ചു. കോളേജ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിയില്ല. അത് എല്ലാ മതസ്ഥർക്കും ആ കോളേജ് തുറന്നു കൊടുക്കുകയായിരുന്നു. നമ്മൾ നല്ല അഭിമാനപൂർവ്വം, ഇത് ഞങ്ങളുടെ കോളേജാണ്, പക്ഷേ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള സമുദായ ബോധം. അപ്പം ഞങ്ങളുടെ കോളേജാണെന്നുള്ളൊരു ബോധം ഒരിക്കലും അവിടെ നെഗറ്റീവ് ആകുന്നില്ല. ഇപ്പം അവിടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ആ ബോധം ഇല്ല, ഇത് ഞങ്ങളുടെ കോളേജാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പുകളുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോളേജിനെ തകർക്കാനും അവർക്കിപ്പോൾ മടിയില്ല. കാരണം അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കോളേജാണ്, ഇത് നിലനിൽക്കണമെന്നുള്ളൊരു ചിന്തയില്ലാതെ പോകുന്നു. അപ്പോൾ സമുദായ ബോധം തീരെ ഇല്ലാതെ പോകുമ്പോൾ സമൂഹം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും വർഗീയതയിലേക്ക് നയിക്കൽ. നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഉത്തരമായിരുന്നു ആസ്റ്റർ ലഭിച്ചത് അല്ലേ? അമല ചോദിക്കൂ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ സമുദായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒത്തിരി അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ സമുദായ പ്രവർത്തനങ്ങളിലും സഭയിലേക്കും ആകർഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഒന്നാമതായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നതെന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോവുകയാണ്. ഒറ്റയ്ക്ക് വളരാനുള്ള ഒരു പ്രവണത ഒത്തിരി ഉണ്ടാകുന്നു. നമ്മുടെ ദീപികയുടെ കൊച്ചേട്ടൻ
കണ്ണൻ ചെറിയച്ഛൻ, റോയിച്ചനൊക്കെ എപ്പോഴും പറയും നമ്മൾ ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് തളരുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് തളരുകയും ചെയ്യുന്നതാണ്. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നെന്നുള്ളൊരു ബോധ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം പഠിക്കണം. വളരെ മനോഹരമാണത്. കാരണം നമ്മളൊരു ചെറിയ സമൂഹമായിട്ട് പോലും എങ്ങനെയാണ് ഈ 2000 വർഷങ്ങളിൽ ഇവിടെ നിലനിന്നത്. നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള ആ ഒരു ലേബിളിലായിരുന്നു ഏതാണ്ട് നൂറ്റാണ്ടുകളോളം, 16-ാം നൂറ്റാണ്ട് വരെ ഉറപ്പായിട്ടും. അത് കഴിഞ്ഞും സുറിയാനി ക്രിസ്ത്യാനികൾ, സുറിയാനി ഭാഷ അറിയായിരുന്നു നമ്മുടെ കാർന്നോമാർക്ക്. അപ്പോൾ ഈ കേരളത്തിലുടനീളം പടർന്നു കിടന്ന നമ്മുടെ ആൾക്കാരെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ സുറിയാനി ഭാഷയും സുറിയാനി പാട്ടുകളും. ഇപ്പം നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ കാർന്നോമാർക്ക് സുറിയാനി പാട്ടുകളൊക്കെ അറിയാം. സുറിയാനി ഭാഷയും പാട്ടുകളും സുറിയാനി ആരാധനാക്രമവും എല്ലാം നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറി. അപ്പം നമ്മുടെ ചരിത്രം പിന്നെ പഠിക്കുക. അതുപോലെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ അല്ലേ, കുട്ടനാട്ടിലെ കായൽ നികത്തി കൃഷി ചെയ്ത ആൾക്കാർ, അതുപോലെ മലബാറിലെ കുടിയേറ്റം, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വിജയ ചരിത്ര ഗാഥകളാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? വി നീഡ് ടു ബിലോങ് ടു an edifying ഗ്രൂപ്പ്. നമ്മൾ ചുമ്മാതെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുകയില്ല. കൊള്ളാവുന്ന ഒരു സമൂഹമാണെങ്കിൽ അതിൽ അംഗമാകാനായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ SMYM-കാരാണ്, യൂദീപ്തി SMYM-കാർ, ഇടവകയിൽ മഹാതല്ലിപ്പള്ളികളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും കൂടത്തില്ല. ഇത് കൊള്ളാം, ഇത് നല്ലൊരു സംഘടനയാണ് എന്നൊരു ഇമ്പ്രഷൻ കൊടുത്താൽ മാത്രമേ ചെറുപ്പക്കാർ വന്ന് ചേരത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് ചേരും അല്ലേ, അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ വന്ന് ചേരും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി നല്ലൊരു കമ്മ്യൂണിറ്റിയാണെന്നും ചരിത്രമുള്ളൊരു കമ്മ്യൂണിറ്റിയാണെന്നുള്ളൊരു ബോധ്യം കൊടുത്തു കഴിയുമ്പോൾ, ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ we want to belong to this particular community. എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ അംഗമായിട്ട് നിൽക്കണം, ഐ ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ആ ഒരു അഭിമാന ബോധം ജനറേറ്റ് ചെയ്യുക. വലിയ ചരിത്രമുള്ള ഒരു സമൂഹം, വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ കേരള സമൂഹത്തിനും ഇന്ത്യക്കും മാതൃകയായ ഒരു സമൂഹം. നിങ്ങൾ ഓർക്കണം, ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമ്പർ 1 സ്കൂളുകളും കോളേജുകളും തുടങ്ങിയതിൻ്റെ പിന്നിൽ നമ്മൾ സുറിയാനി കത്തോലിക്കരായ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, നമ്മൾ എവിടെയെല്ലാം പോയി പ്രവർത്തിച്ചു. അപ്പോൾ എവിടെയെല്ലാം അക്ഷര വെളിച്ചം നമ്മൾ കൊടുത്തു. ആശുപത്രിയുടെ നല്ലൊരു സംസ്കാരം കൊണ്ടുവന്നത് ക്രൈസ്തവനാണ്. ഇപ്പം നമ്മുടെ ആശുപത്രികൾ തന്നെ തെരഞ്ഞുപിടിച്ച് തകർക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇല്ലാതായാലേ നമ്മളതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോൾ ആതുര ശുശ്രൂഷ, പിന്നെ കാരുണ്യ ഭവനങ്ങൾ. കേരളത്തിൽ എന്തുകൊണ്ടാണ് തെരുവ് കുട്ടികൾ ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ ബാലവേല ഇല്ലാത്തത്? കാരണം നമ്മുടെ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി അവരെ എല്ലാം അവിടെ പാർപ്പിച്ച് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്ത് പൊതുസമൂഹത്തിലേക്ക് തിരികെ കൊടുക്കുകയാണ് നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും നടത്തുന്ന ബോയ്സ് ഹോമുകളും ഗേൾസ് ഹോമുകളും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു കാരുണ്യത്തിൻ്റെയും വികസനത്തിൻ്റെയും വളർച്ചയുടെയും ചരിത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ഈ ഒരു ബോധം ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും നമ്മൾ വി വാണ്ട് ടു ബിലോങ് ടു ദിസ് കമ്മ്യൂണിറ്റി, ആ ഒരു തലത്തിലേക്ക് നമുക്ക് വരും. അപ്പോൾ അഭിമാന ബോധം ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോഴാണ് ചെറുപ്പക്കാർ കമ്മ്യൂണിറ്റിയോട് ചേർന്നത്. അടുത്തതായി ജോസ്വിൻസ് ആണ്. ജോസ്വിൻസ് ചോദിക്കൂ. പിതാവേ, ഇന്ന് യുവാക്കൾക്കിടയിൽ ആചാരാനുഷ്ഠാനങ്ങളോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരുവാണ്. അതായത് ദേ ഡു ബിലീവ് ബട്ട് ദേ ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ്. അതായത് സഭാപരമായി ചിന്തിക്കുമ്പോൾ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർത്ത് വെക്കുമ്പം യേശുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിവെക്കുന്നവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ജോസ്വിൻസ് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഐ ബിലീവ് ബട്ട് ഡോണ്ട് പ്രാക്ടീസ്. അപ്പം അതിൻ്റെ അർത്ഥം ആ ബിലീഫിന് എന്തോ കുഴപ്പമുണ്ടെന്നാ. പ്രാക്ടീസ് ചെയ്യാത്ത വിശ്വാസം അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയും. എനിക്ക് ജോസ്വിൻസെ, എനിക്ക് സത്യം പറയാൻ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു വലിയ താല്പര്യക്കുറവുണ്ടെന്നുള്ളൊരു ചിന്ത എനിക്ക് പൊതുവെ ഇല്ല കേട്ടോ. നമ്മളെല്ലാ പ്രായത്തിലും ഒരിച്ചിര താല്പര്യക്കുറവ് കാണിക്കുമല്ലോ പള്ളിയിൽ നിന്ന്. പക്ഷെ വീണ്ടും നമ്മളെല്ലാം പള്ളിയിൽ കയറുന്ന ഒരു കാലമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു 15-16 വയസ്സ് വരെയൊക്കെ എല്ലാവരും പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കും. പിന്നെ ഒരു 17 മുതൽ ഒരു 20, 22, 23 വരെ ഇച്ചിരിയൊക്കെ അകന്ന് നിൽക്കും. പിന്നെ കയറി ഇറങ്ങിയൊക്കെ നടക്കും.
പെണ്ണ് കെട്ടി കഴിയുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പള്ളിയെത്തും. അതെന്തുകൊണ്ടായിരിക്കും? തമ്പുരാനെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടും അപ്പോഴേ. അപ്പോൾ എല്ലാവരും അതുപോലെ പിള്ളേർ ജനിച്ചു കഴിയുമ്പോഴും പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അവിടെ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടെയുണ്ട്. പ്രായമായി കഴിയുമ്പോഴും അവരുടെ ഭക്തി കൂടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. പ്രായമായി കഴിയുമ്പോഴും ഭക്തി അതൊരു കൂടും. ഭയത്തിന്റെ ഭാഗമാണോ? ദൈവമേനിയാ മരിച്ചു കഴിഞ്ഞെങ്ങാനും. മോനെ, നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ചിലര് പള്ളിയിൽ വരുന്നത് ഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തന്നെയാ. ചിലര് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുക എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ വിശ്വാസവും ഭക്തിയും എത്ര പേർക്കുണ്ട് അല്ലേ? നമ്മളൊക്കെ ദൈവമേ കർത്താവെ കൈവിടലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത്. നമ്മുടെ ഭയപ്പാടുകൾക്കൊക്കെ ഒരു മറുപടിയാണ് വിശ്വാസം. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ? ഭയപ്പെടേണ്ട അല്ലേ? ഈശോ. പക്ഷെ നമുക്ക് ഈശോയെ ഉൾപ്പെടെ പേടിയാ അല്ലേ? അപ്പോൾ കർത്താവ് പണി തരുമോ? എന്നോട് കോവിഡ് കാലത്ത് എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചാ, കോവിഡ് തമ്പുരാൻ നമുക്കിട്ട് പണി തന്നാണോ പിതാവേ? അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ചെറുപ്പക്കാർക്ക് പള്ളിയോട് താല്പര്യം കുറയുന്നു എന്നുള്ളത് ഞാൻ ഒത്തിരി വിശ്വസിക്കാത്തതിൻ്റെ ഒരു കാരണം, ഞാൻ ഈ കുറേ പ്രവാസി രൂപതകളിൽ മിക്കവാറും ഈ വർഷങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയ, അമേരിക്ക, നമ്മുടെ ഷിക്കാഗോ രൂപത, അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത, കാനഡ, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരിക്കലും ചെറുപ്പക്കാർക്ക് വിശ്വാസമില്ല എന്നൊരു തോന്നൽ ഇല്ല. പ്രത്യേകിച്ച് യങ് കപ്പിൾസ്, മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ്, കുഞ്ഞുങ്ങളുമായിട്ട് അവരെല്ലാം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അവർ സ്കൂൾ വാടകയ്ക്കെടുത്താണ് കുർബാന നടത്തുന്നത്. പക്ഷെ അവരെല്ലാം വരുന്നുണ്ട്. വരുന്നില്ലായിരിക്കും, ചെറിയൊരു ശതമാനം പള്ളിയിലൊന്നും കയറാത്ത നടക്കും, പക്ഷേ ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കും, കർത്താവേ നാട്ടിൽ വെച്ച് പള്ളിയിൽ അത്ര കാണാത്തവനാണ് ഇവിടെ പള്ളിയിൽ ഫ്രണ്ടിൽ വന്നിപ്പുണ്ട്. അപ്പോൾ അത് പല കാരണങ്ങളുണ്ട്. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ട്. അപ്പൊ തീർത്തും അത് അകന്നു പോയി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്, ആരാധനാ സമൂഹമാണ്. ഇതാണ് നമ്മൾ ഉള്ള ഒരു വ്യത്യാസം. ആരാധിക്കുന്ന സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. ജനരാശികളുടെ മധ്യേ ഞാൻ ദൈവസ്തുതികൾ പാടിയിടും. ജനക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ ആരാധിക്കുന്നവരാണ് ക്രൈസ്തവർ. അതുകൊണ്ടാണ് ഞായറാഴ്ച നമുക്ക് ഒബ്ലിഗേഷനായിട്ട് മാറുന്നത്. അവിടെ വന്ന് ഒരു ശരീരമായി, ഈശോയുടെ ശരീരമായി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് നമ്മൾ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പള്ളി പോകുന്നില്ല എന്ന് പറയുമ്പോൾ, നീ വിശ്വസിക്കുന്ന ദൈവം ഈശോ മിശിഹ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഒരു സംശയം. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ ഉണ്ടാക്കും അല്ലേ? നമുക്കിഷ്ടമുള്ള ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം, വെളിപ്പെടുത്തിയ ദൈവമാണ്. ആ ദൈവം വെളിപ്പെടുത്തി, പിന്നെ നടപടി പുസ്തകത്തിൽ അപ്പസ്തോലന്മാരിലൂടെ അവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ലേഖനങ്ങളിലൂടെ സ്ലീഹന്മാര് നമ്മളോട് എങ്ങനെയാണ് ഈശോയെ അനുഗമിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. അതിന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു വിശ്വാസ ജീവിതമില്ല. അപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ട ഈശോ മിശിഹ ആയിരിക്കണം നിർബന്ധമൊന്നും. അടുത്തതായി ചോദ്യം ചോദിക്കുന്നത് അമലയാണ്. അമല. പിതാവേ, കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ സമുദായം മാറിയതാണ് ഇന്നത്തെ പല പ്രശ്നത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ശോഷണത്തിൻ്റെയും കാരണം, അല്ലെങ്കിൽ വളർച്ച കുറവിൻ്റെയും കാരണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ ലോകം ഇത്രയും വേഗം പോകുന്ന പ്രായോഗികമായ ഒരു പശ്ചാത്തലത്തിൽ യുവജനങ്ങൾക്കൊരിക്കലും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ ഈ ഒരു ഒപ്പീനിയനോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? അത് നമ്മുടെ ഒരു വലിയ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതേസമയം നിങ്ങൾ ഓർക്കണം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പൊട്ടുപോലൊരു രാജ്യത്ത് കൃഷി ആദായകരമാണ്. ദക്ഷിണ കൊറിയ പോലുള്ള ഒരു കുഞ്ഞു രാജ്യത്ത് കൃഷി ആദായകരമാണ്. അതുപോലെ വിയറ്റ്നാം പോലൊരു രാജ്യത്ത് കൃഷി ആദായകരമാണ്. കാരണം അവർ മോഡേൺ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് കാർഷിക പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. അവർ കൃത്യമായിട്ട് അവർക്കത് ഇടപെടാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ്, നമുക്ക് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ ആ മേഖലയിലൊന്നും ചെയ്യുന്നില്ല. കുറേ നാളുകൾക്ക് മുമ്പ് എൻവിഡിയ എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ജയൻറ്റ്, അതിൻ്റെ ഹെഡായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു,
ഇപ്പോൾ AI വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണ്, കോഡിംഗ് എല്ലാം AI ചെയ്തോളും. നമ്മുടെ ചെറുപ്പക്കാരോട് കൃഷി ചെയ്യാൻ പറയൂ. കാരണം കൃഷി ചെയ്യണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് AIക്ക് ചിലപ്പോൾ ചെയ്ത് തരാൻ പറ്റിയല്ല. അപ്പോൾ ലോകം ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുമ്പോഴും നമ്മൾ പഴയ ഒരു സംസ്കാരത്തിലേക്ക് തിരികെ വരാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നറിയാവും, ഫുഡ് ഇൻഡസ്ട്രി. ഈ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എത്ര റെസ്റ്റോറൻറ്റ്സ് ആണ് വന്നത് അല്ലേ? ഞാൻ ഓർക്കും, ഞാൻ ബിഷപ്പായി കഴിഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് എല്ലാം തുടങ്ങി. എനിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അവിടെ, പക്ഷേ അവൻ്റെ ബോർഡെല്ലാം കാണാം. അപ്പോൾ അത് എന്താണ്, അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിൽ വളർച്ചയുണ്ട്. നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പിള്ളേർ ഇപ്പോൾ കൃഷി മുഴുവൻ അങ്ങ് മറന്നിട്ട് നാട്ടിൽ നിൽക്കുന്ന ഐഡിയ പോലും കളഞ്ഞിട്ട് അവരെല്ലാം വിദേശം എന്ന് പറഞ്ഞ് പോയി അല്ലേ? അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നല്ല കഴിവുള്ള പിള്ളേർ പോലും ഏറ്റവും ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവിടെ ജീവിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ചിലരൊക്കെ അവിടെ പോയി നന്നായിട്ട് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ, നല്ല മേഖലകളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒത്തിരി പേരും അങ്ങനെയുള്ള ഒരു തൊഴിലൊന്നും അവർക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാര് അവരുടെ പ്രിഫറൻസ് ഈ നാട്ടിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ആശ്രയിക്കാവുന്ന മറ്റു പല മേഖലകളുണ്ടല്ലോ. അവിടേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരെ എത്താത്തത്? മറ്റു ചില സമുദായങ്ങൾ വളരെ മിടുക്കരായിട്ട് ബിസിനസ്സിൽ വിജയിക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? നമ്മൾ തൊഴിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും വെറും 4 തൊഴിലേക്ക് നമ്മൾ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? ഡോക്ടർ, എഞ്ചിനീയർ, നേഴ്സ്, ടീച്ചർ, തീർന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒതുങ്ങിയത്? അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സ്വപ്നങ്ങളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് പ്രശ്നം. അല്ലാതെ കാർഷിക വൃത്തിയിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഇവിടെ തന്നെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തത്? അമലയ്ക്ക് ഇതിനോട് റിലേറ്റ് ചെയ്ത് എന്തോ പിതാവിനോട് ചോദിക്കാനുണ്ടെന്ന് അമല ചോദിച്ചോളൂ. പിതാവ് ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽപ്പെട്ട നമ്മുടെ യുവജനങ്ങളാണെങ്കിലും ഈ ബിസിനസ്സിലേക്കെങ്ങും എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ അതിലേക്കൊരു സ്റ്റാർട്ടപ്പ് വെച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് കിട്ടിപ്പെടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സഭയ്ക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം തുറന്നു കൊടുക്കാൻ പറ്റുമോ? അമലെ, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളാരും സ്റ്റാർട്ടപ്പ് തുടങ്ങിയ പാർട്ടികളല്ല. ഞങ്ങൾ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെയാണ്. ഞങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ ഞങ്ങളോട് നിർബന്ധം പിടിക്കരുത്. ഞങ്ങൾക്ക് അറിയത്തില്ല, ഉള്ളത് പറഞ്ഞ വിവരം വളരെ കുറവാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? നിങ്ങളെ എങ്ങനെ സഭയ്ക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തന്നെ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് വരണം. വന്നിട്ട് ഇതിന് സംവിധാനം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെൽപ്പ് ഡെസ്ക്, ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളെ സഹായിക്കത്തക്ക രീതിയിൽ. അതിന് ഹെൽപ്പ് ഡെസ്കിൽ തിയോളജിയും ഫിലോസഫിയും പഠിച്ച അച്ഛന്മാരെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിന് നല്ല നിങ്ങളെപ്പോലെ ഈ മേഖലകളിൽ പഠിച്ചു വന്ന ആൾക്കാർ തന്നെ വേണം. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടിയതേ പിതാവേ ഞങ്ങളിത് റെഡിയാണ് കേട്ടോ, ഞങ്ങൾക്കൊരു സൗകര്യം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരണം, നമ്മൾ റെഡിയാ. നിങ്ങൾ കുറച്ച് പേര് നിങ്ങളുടെ സമയവും കഴിവുകളും എല്ലാം ഇതിനായിട്ട് ചെലവഴിക്കാനും കൂടെ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാം. അൽമായർക്കാണ് ഈ മേഖലകളിൽ കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുന്നത്. സമുദായത്തെ വളർത്തേണ്ട ചുമതല നിങ്ങൾ അച്ഛനും മെത്രാനുമായിട്ട് മാത്രം വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തണം, നമ്മുടെ പിള്ളേരെ 10 എണ്ണത്തിന് നമുക്ക് ജോലി കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും. എന്നാലേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. നമുക്കാകപ്പാടെ എന്നാ സഭയ്ക്കുള്ളത്? കുറേ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഉണ്ട്. ഓരോ വർഷവും കഴിയുന്നതോറും സ്കൂളുകളിലെ പോസ്റ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധ്യതകൾ കുറഞ്ഞു വരുമ്പോൾ, നമ്മുടെ സഭയുടെ തലത്തിൽ സാധ്യതകൾ കുറഞ്ഞു വരുമ്പോൾ, നിങ്ങൾ ചെറുപ്പക്കാർ, ആശയങ്ങളുള്ളവർ, നിങ്ങൾ ഒരുമിച്ച് കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 10 പേർക്ക് ജോലി കൊടുക്കാം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകുമ്പോൾ. ഇന്ന് യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ നമ്മോടൊപ്പമായിരുന്നത് അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവാണ്. പിതാവിന് നെല്ലും പതിരും എന്ന പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നമസ്കാരം.